എനിക്ക് ഒരു ഒരു വിഷമങ്ങളും എന്നെ അലട്ടാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചിരിക്കാൻ പറ്റുന്നതും. ശരിക്കും ചിരിക്കുന്നത് ചിലർ പറയും ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ് ഭയങ്കരമായിട്ട് ചിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര സങ്കടമൊന്നും ഈശ്വരൻ അങ്ങനെ തന്നിട്ടില്ല. തരാതിരിക്കട്ടെ ആർക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ ഓപ്പണായിട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ട്. ചിരിക്കുമ്പോൾ എല്ലാം മതിമറന്ന് ചിരിക്കുക, ആരെയും ആക്കി ചിരിക്കാതിരിക്കുക, ഒരാളുടെ മുഖത്ത് നോക്കി ബ്ലെയിം ചെയ്യാതിരിക്കുക. ചിരിയിൽ തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പം അതായിരിക്കണം എപ്പോഴും. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ കുന്നുമ്മൽ ശാന്തയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പോർഷനാണ് ഈ പായയും തലോണയും ഇങ്ങനെ മടക്കിയിട്ട് ലാൽ സാറ് ഒരു കട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ എറിയുന്നൊരു സീക്വൻസ് ഉണ്ട്. എത്രയോ സ്വാഭാവികതയോട് കൂടിയിട്ടാണ് അത് ചെയ്തത്. കാരണം അവർ എത്രയോ കാലമായിട്ട് ഒരു ചുമരിന് അപ്പുറവും ഇപ്പുറവും താമസിക്കുകയാണെന്ന് നമുക്ക് പെട്ടെന്ന് അത് ബിലീവ് ചെയ്യാൻ പറ്റും. ആ മൊമെൻറ്റ് വളരെ രസമാണ്. അതിന് ശേഷമുള്ള ചീത്ത വിളിയും ഒക്കെയും അത് സാധ്യമായത് ശ്രീ മോഹൻലാൽ എന്നുള്ള പ്രതിഭ വളരെ റിസ്ട്രെയിൻഡ് ആയിട്ട് നിങ്ങളോട് ഇടപഴകുക, അല്ലെങ്കിൽ ആ ഷോട്ടിന് അങ്ങനെ ഇതൊരു ഭയങ്കര സംഭവമല്ല, ഇത് ഈസിയാണെന്ന് കാണിക്കുക, അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നൊരു ഈസിനെസ് ഉണ്ടല്ലോ. അതുകൊണ്ടൊക്കെയാണോ അങ്ങനെ ആ ക്യാരക്ടറും അങ്ങനെ ഒരു സോന നായരെ പിന്നെയും കണ്ടിട്ടില്ല? നമ്മൾക്കിപ്പം ഒരു സിനിമയിൽ ഒരു കഥാപാത്രം എഴുതി വയ്ക്കുന്ന രീതി, അത് ഡയറക്റ്റ് ചെയ്യുന്ന രീതി, അത് ഗിവ് ആൻഡ് ടേക്ക് കൊടുത്ത് അതിനെ പ്രതിഫലിക്കുന്ന ആക്ടേഴ്സ്, ഇതൊക്കെയാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പം നരനിൽ ആ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 2 കഥാപാത്രങ്ങളാണത്, ഇത് 2 പേരും. അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എഡിറ്റഡ് ആവാത്തതായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിന് കുറേ കൂടെ ക്ലാരിറ്റി ഉണ്ടായേനെ. മനസ്സിലായോ? അത് എഡിറ്റഡ് ആയതുകൊണ്ട് ഈ വരുന്ന ഇതേമാതിരി ചോദ്യങ്ങൾ എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? പിന്നെ ഓഫ് കോഴ്സ് ലാലേട്ടനെ പോലുള്ള ഒരു മഹാപ്രതിഭ എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ ഒരു ടേക്കൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണല്ലോ ചെയ്യേണ്ടത്. പെർഫെക്ഷനാണ് പുള്ളിയുടെ. നമുക്ക് തോന്നും ഭയങ്കര ഇത് റിഹേഴ്സലായിരിക്കാം, നമ്മളിപ്പോൾ ടേക്കിന് ഭയങ്കരമായിട്ട് കൊടുക്കും എന്നുള്ളൊരല്ല. പക്ഷെ ടേക്കിന് കൊടുക്കുന്നതും റിഹേഴ്സലിൻ്റെ ആ ഒരു ലാഘവത്തോടെ എന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറം വേറൊരു ടേക്ക് ഇല്ല. മനസ്സിലായോ? ആ ടേക്കാണ്, സെക്കൻഡ് ടേക്ക് ഇല്ല. അപ്പം നമ്മളിതിനകത്ത് അത് അങ്ങനെ 1-2 ആർട്ടിസ്റ്റുകളാണ് ഇപ്പോൾ ലാലേട്ടൻ, അമ്പിളിച്ചേട്ടൻ, പരേഷ് റാവൽ, ഇങ്ങനെയുള്ള കുറേ നാനാ പട്ടേക്കർ, അവരുടെ കൂടെയൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വളരെ വിരളം ആക്ടേഴ്സ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള. പൊതുവേ നമുക്ക് ഒരു ആക്ടറിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആവും. എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആക്കിയിട്ടുള്ള ആക്ടേഴ്സാണ് ഈ ജെൻസിൽ. ലേഡീസിൽ KPC ലളിതാൻറ്റി എൻ്റെ എവർഗ്രീൻ ആക്ട്രസ്സാണ്, എപ്പോഴും എന്നും. അതേമാതിരി തന്നെ ഉർവശി ചേച്ചി. ഈ 2 ജനറേഷനിലെ 2 ആക്ടേഴ്സാണ്, 2 ഏജിലെ. ലളിതാൻറ്റിയും ഉർവശി ചേച്ചിയും 2 ഏജിലെ 2 ജനറൽ ആക്ടേഴ്സാണ്. ഇവർ 2 പേരെയും വെല്ലാനായിട്ട് ഇനി ഒരാൾ ജനിക്കുമോ അത് ഉണ്ടോ എന്ന് എന്നിലെ ആക്ടറിന് ഡൗട്ടാണ്. ഇപ്പോഴും ആരാധിക്കുന്ന, അത് ഞാൻ പറയില്ലേ, സോക്കോൾഡ് എന്നെ ഇൻഫ്ലുവൻസ്ഡ് ആയത് ഒരു ആക്ട്രസ് എന്നുള്ളൊരു നിലയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ആക്ടേഴ്സാണ് ഇവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും. അതായത് ഉർവശി ചേച്ചിയോടൊത്ത് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നല്ല പരിചയമാണ്, കാര്യമാണ്, എല്ലാ സംഭവങ്ങളാണെങ്കിലും ആ ഒരു നിർഭാഗ്യം എനിക്കിപ്പോഴും സങ്കടമാണ്. ചേച്ചിയുടെ കൂടെ ഒരു സ്ക്രീൻ സ്പേസ്, അതും എല്ലാം തട്ടക്ക് വർത്താനം പറയുന്ന ചേച്ചി എങ്ങനെ ചെയ്യുന്നു അതിനോടൊപ്പം അങ്ങനെ, അതൊക്കെ ഞാൻ പറയില്ലേ, ഈ സ്വപ്ന സാഫല്യത്തിനാണ് ഞാൻ റീൽസ് എടുക്കുന്നത്, അല്ലാതെ കിട്ടുന്നില്ല. ഇതിലെങ്കിലും ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അത് തമാശക്ക് പറഞ്ഞാണ്. റൊമാൻസ് രസമാണ്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ പാട്ടില് ഡയലോഗുകൾ പറഞ്ഞിട്ട്, അത് രസമാണ്. അതൊക്കെ ചുമ്മാ ചെയ്യും. അതൊന്നും ഒരിക്കലും നമ്മുടെ വെള്ളിത്തിരയിൽ നമുക്കിതൊന്നും ഒരു ജന്മത്തവരാരും തരത്തുമില്ല. തമിഴിലെ മറ്റേ ഏറ്റവും മറ്റെന്താണ് കാജൽ അഗർവാളും അവരൊക്കെ ചെയ്യുന്ന ആ ഒരു കാറ്റഗറിയാണ് ഞാൻ എടുക്കുന്നത് ഈ പ്രായത്തിൽ. അപ്പം ഓഫ്കോഴ്സ് നമുക്ക് അതിലെങ്കിലും ചെയ്തൊന്ന് തൃപ്തിപ്പെടുത്താമല്ലോ. ഇതിനൊന്നും ആർക്കും ഈ കപ്പം കൊടുക്കുകയോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. ഫ്രണ്ടിൽ നമുക്ക് ഇത്തരം കുറേ സാധനങ്ങൾ സോഷ്യൽ നെറ്റ്വർക്കിൽ നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ നമ്മുടെ തമ്പ് എൻഡിൽ തന്നിട്ടുണ്ട്. അവ കുറേ പേർക്ക് സത്യം പറയാമല്ലോ, എത്ര പേർക്കെന്നറിയാമോ ഇതൊക്കെ ഒരു ആശ്വാസം. ഇങ്ങനെയുള്ള
ഈ പറയുന്ന റീൽസുകളായാലും എത്ര പേരെയാണ് നമ്മൾ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ എത്ര പേരെയാണ് കാണുന്നത് ഡെയിലി അല്ലേ? ഒന്ന് നോക്ക്, കുട്ടികളുടെ സെഷൻ ആവട്ടെ, വീട്ടിൽ അടുക്കളയിൽ മാത്രം നിൽക്കുന്നവർ, എത്ര പാട്ടുകാരികളെയാണ് നമ്മൾ കാണുന്നത് ഈ റീൽസിലൂടെ. ഇവരൊക്കെ മുന്നിൽ വരേണ്ടവരാണ്, പക്ഷേ വരുന്നുണ്ടോ? അപ്പം ഈശ്വരൻ ഇതും ഈ ഒരു സോഷ്യൽ നെറ്റ്വർക്കും ഈശ്വരൻ്റെ ഒരു വലിയ കളിയാണ്. കാരണം ഒരേ സമയത്ത് തന്നെ നമ്മൾ എത്ര പ്രഗത്ഭരാകാൻ ചാൻസസ് ഉള്ള എത്ര ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. നമുക്കൊന്നും ഇത് ഏതോ മൂലയ്ക്ക് ഏതോ അറ്റത്തുള്ള ആൾക്കാരാണ് അല്ലേ, നമ്മൾ ഡെയിലി കാണുന്ന കൂടിയില്ല. പക്ഷെ ത്രൂ ഈ നെറ്റ്വർക്കിൽ കൂടെ നമുക്കത് കാണാൻ പറ്റുന്നതും ഈ ഒരു നെറ്റ്വർക്ക് യുഗത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നതും ഒക്കെ, എൻ്റെ ഭഗവാനെ, ഞാൻ അതിനകത്ത് എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം ഇപ്പം നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് എത്രമാത്രം ടാലൻറ്റഡ് ആയിട്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ ചോദ്യങ്ങൾ പോലും സൂക്കോൾഡ് നോർമൽ ഒരു ആങ്കർ ചോദിക്കുന്ന രീതികളെ അല്ല. അപ്പം ഞാനൊരു ടാലൻറ്റിനെ പരിചയപ്പെടുകയാണ്, മനസ്സിലായില്ലേ? ഇഷ്ടമാവുകയാണ്. അങ്ങനെ ഒരുപാട് ഇഷ്ടങ്ങളല്ലേ നമ്മൾ ഡെയിലി ഇങ്ങനെ നിറയ്ക്കുന്നത്. അതൊരു മഹാഭാഗ്യമല്ലേ ഇങ്ങനെ ഈ ഒരു കാലഘട്ടം ജീവിക്കാൻ പറ്റുക, ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക, ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുക. അപ്പോൾ കിട്ടിയതിനെ കൊണ്ട് സംതൃപ്തിപ്പെടുക, കിട്ടാത്തതിനെ അങ്ങനെ അങ്ങ് വിടുക. ചിലപ്പോൾ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏതോ നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് അങ്ങ് വിചാരിക്കുക. കിട്ടിയത് കുട്ടി സാധനത്തിൽ കിട്ടിയാലും അതുകൊണ്ട് അങ്ങ് ഹാപ്പി ആവുക. നമുക്ക് അത്രയെങ്കിലും കിട്ടിയല്ലോ, ഇത്രയും പോലും കിട്ടാത്ത ആൾക്കാർ എത്രയോ ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ എപ്പോഴും വിചാരിക്കണം ഒരു ഗ്ലാസ്സിൽ ആദ്യം ഉണ്ടാവുള്ളൂ, അപ്പം നമുക്ക് അതിനെ എങ്ങനെ വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. മനസ്സിലായോ? എനിക്കൊരു ഹാഫേ കിട്ടിയുള്ളൂ, അങ്ങനെയും വിചാരിക്കാം. ബാക്കിയും കൂടെ ഒത്തിരി കൂടെ ഒഴിച്ചു തന്നൂടെ എന്ന്. അപ്പോൾ പിന്നെ വിചാരിക്കും ഇത്രയെങ്കിലും ഈ ഗ്ലാസ്സിൽ കിട്ടിയല്ലോ, അത് പോട്ടെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇൻ്റർപ്രിട്ടേഷൻ ഒരേ ഗ്ലാസ്സിലെ വെള്ളം വെച്ച് നമുക്ക് ചെയ്യാം. അതേപോലെയാണ് ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ. കിട്ടാത്തതിനെ പറ്റി ഒന്നും വെക്കല്ല, നമ്മളെല്ലാം ഭയങ്കര ഗിഫ്റ്റഡ് ആണോ, ഭയങ്കരമായിട്ട് ഗിഫ്റ്റഡ് ആണ്. അത് നമുക്ക് കാണിക്കേണ്ട, ഷോക്കേസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കുന്നു, അല്ലാത്തവർ നമ്മളെ തള്ളി നിർത്തുമ്പോൾ എന്താ പറയുന്നത്, ഒരു ഘട്ടത്തിൽ ഈശ്വരൻ നമ്മളെ പൊക്കി പിന്നെയും എടുത്തുകൊണ്ട് ഇതേ ആൾക്കാരുടെ തള്ളി നിർത്തിയവരുടെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നു എഗെയിൻ. ഇതൊക്കെ നമ്മുടെ എത്ര എക്സാമ്പിൾസ് ആണ് നമ്മൾ കാണുന്നത് അല്ലേ? എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ബ്ലെയിം ചെയ്ത് തള്ളി നിർത്തിയവരെ ഈശ്വരൻ അവരുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്തിയ എത്രയോ ഇൻസ്റ്റൻസസ് ആണ് നമ്മൾ ഡെയിലി വായിക്കുന്നത്, കാണുന്നത്. അപ്പം ഇതിലൊന്നും ഒരു കാര്യമില്ല, ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല ലൈഫിൽ അല്ലേ? ഇങ്ങനെ വരുന്നു, ഇങ്ങനെ ഒരു ഇത് സംഭവം ഈശ്വരനായിട്ട് തരുന്നു, അത് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ആൾക്കാർ കൊണ്ടുപോയി നമ്മളെ കാണിക്കുന്നു, നിർത്തുന്നു. എപ്പോഴും ഫാമിലി, ആൾക്കാർ, അതൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും ഫാമിലിയെ പറ്റി പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ട്, ഫാമിലി മൊത്തം വർക്ക് ചെയ്ത സിനിമയല്ലേ ഇംഗ്ലീഷ്? മൊത്തം ഹസ്ബൻഡ് സോന രണ്ടുപേരും ഭാഗമുണ്ടല്ലോ. മുമ്പ് വായിച്ചിട്ടുണ്ട്, എനിക്കൊരു പടം ഡയറക്റ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അതിന്റെ ക്യാമറ വർക്ക് വീട്ടിൽ ഭദ്രമാണ് എന്നുള്ളത് കറക്റ്റാണ്. കാരണം ഞങ്ങൾ ഒരു മൂവി കാണാൻ പോകുമ്പോൾ തന്നെ പുള്ളി ക്യാമറാമാൻ, ഇപ്പോൾ പുള്ളിയുടെ 2-3 പടങ്ങൾ ഞാൻ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും എന്നെ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു ആ ക്യാരക്ടർ സോന ചെയ്യുമല്ലോ, അങ്ങനെ ഒന്നും പറയാറേയില്ല പൊതുവേ. റെക്കമെൻഡേഷൻ ഒന്നും നെവർ, ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അവർക്കറിയാം, ഇപ്പോൾ ഹസ്ബൻഡിനെ വയ്ക്കുമ്പോൾ സോന ഫ്രീ ആയിരിക്കുമോ, ആ ക്യാരക്ടർ ചെയ്യാൻ സോനയ്ക്ക് ഓക്കെ ആയിരിക്കുമോ എന്ന് ചേട്ടൻ ഹസ്ബൻഡ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ചോദിക്കുക. ഞാൻ ഈ കാര്യങ്ങൾക്കായിട്ടൊന്നും എൻ്റെ പ്രൊഫഷനായിട്ട് യാതൊരു തര സംഭാഷണങ്ങളോ ബന്ധങ്ങളോ അത്തരം വർത്തമാനങ്ങളോ ഒന്നുമില്ല. എനിക്ക് നല്ലതാണെന്ന് തോന്നിയാലേ ഞാൻ വീട്ടിൽ നിന്ന് പെട്ടിയായിട്ട് ഇറങ്ങുള്ളൂ എന്ന് അറിയാം.